Good morning, students. So today we are continuing with the theory portions of correlation. The first part we completed at the beginning itself. This is the balance part. അതായത് നിങ്ങൾ കുറേ മെത്തേഡ്സ് പഠിച്ചല്ലോ അതിനെ പറ്റിയിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും അങ്ങനെ ഓരോ കാര്യങ്ങളും. Okay. So what are the methods? We studied two different methods or different parts of correlation. അല്ലേ, രണ്ട് മെഷേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ആൾജിബ്രിക് മെത്തേഡ്. അല്ല, ഗ്രാഫിക്കൽ മെത്തേഡിലാണ് ദ ഫസ്റ്റ് ടു, ദാറ്റ് ഇസ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡും പിന്നെ ഫ്രീ ഹാൻഡ് കർവ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ എന്ന് തന്നെ നമ്മൾ അതിനെ പറയും. ആ രണ്ട് മെത്തേഡ് വരുന്നത്. ആൻഡ് ആൾജിബ്രിക് മെത്തേഡിൽ വി ആർ അപ്ലൈയിങ് ദ ഫോർമുലാസ്. ഏതൊക്കെയായിരുന്നു? Karl Pearson's coefficient of correlation methods, Spearman's rank correlation method, and concurrent deviation method. So I'm not going to explain about the algebraic and graphical method because that we already studied at the beginning classes. അല്ലേ, അപ്പോൾ ഈ മെത്തേഡ്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ യു ഹാവ് സം ഐഡിയ അബൌട്ട് ഇറ്റ്. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും മാത്രം നോക്കിയാൽ മതി. സോ ഫസ്റ്റ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം നമ്മൾ വരച്ചതൊക്കെ ഓർക്കണുണ്ടോ കുട്ടികളെ? അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, നോ കോറിലേഷൻ, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ തിയറി പാർട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതേണ്ടത് രീതി അറിയണം അല്ലേ. അപ്പോൾ അതിനാണ് ഈ പാർട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ സ്കാറ്റർ ഡയഗ്രാം നിങ്ങൾക്ക് ഒരു ബേസിക് കോൺസെപ്റ്റ് അറിയാമല്ലോ. സ്കാറ്റേഡ് ആയിരിക്കും, പോയിന്റ്സ് എല്ലാം സ്കാറ്റേഡ് ആയിരിക്കും. എക്സും വൈയും അനുസരിച്ച് നമ്മൾ ഓരോ പോയിന്റ് പ്ലോട്ട് ചെയ്യും. പക്ഷേ വി വോണ്ട് ജോയിൻ ദോസ് പോയിന്റ്സ്. അതെല്ലാം ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട് സ്കാറ്റേഡ്. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് ബേസ് ആയിട്ട് അവരെങ്ങനെയാണ് പറയുന്നത്? ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് ഡിവൈസ് ഫോർ ഡിറ്റർമിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം ആണ്. സോ അണ്ടർ ദിസ് മെത്തേഡ് എ സ്കാറ്റർ ഡയഗ്രാം ഇസ് ഡ്രോൺ ഓൺ ദ ബേസിസ് ഓഫ് ദ കറസ്പോണ്ടിങ് വാല്യൂ of two variables. രണ്ട് വേരിയബിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്നത്. One of the variable is shown on the x-axis and the other variable on the y-axis. ഒരെണ്ണം എക്സിലും ഒരെണ്ണം വൈയിലാണ്. Each pair of values is plotted on the graph by means of a dot mark. അപ്പോൾ ഈ എക്സ് വൈ വാല്യൂസിനനുസരിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യും. ജസ്റ്റ് അത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിൽ? ഒരു ഡോട്ട് മാർക്ക് പോലെയാണ്. On plotting all the items, we get as many dots on the graph paper as the number of pairs. അപ്പോൾ എത്ര പെയർസ് ഉണ്ടോ, എത്ര എക്സ് വൈ വാല്യൂസ് ഉണ്ടോ, അത്രയും ഡോട്ടുകൾ നമുക്ക് ആ ഗ്രാഫ് പേപ്പറിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫ് പേപ്പർ അല്ല, വി ആർ സിംപ്ലി കൺസിഡറിങ് വിത്തൗട്ട് ഗ്രാഫ് പേപ്പർ. പക്ഷെ നമുക്ക് ആ ഡോട്ട്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഡോട്ട്സ് സോ പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ് പേപ്പർ ഗിവ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ എക്സ്റ്റെന്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ ആ ഡോട്ടുകൾ കാണുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ആണ്, കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇറ്റ്സ് ഗിവൺ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്. ദ മോർ ദ പ്ലോട്ടഡ് പോയിന്റ്സ് സ്കാറ്റർ ഓവർ എ ചാർട്ട് ദ ലെസർ ഇസ് ദ കോറിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അതായത് പല അടുത്താണ് ചിതറി കിടക്കണമെങ്കിൽ അത്രയും കോറിലേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ കുറേ ആയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടാണ് ചിതറി കിടക്കണമെങ്കിൽ. The more nearly the points to follow on a line, the higher will be the degree of relationship. പക്ഷെ ഒരു ഏകദേശം നമ്മൾ ആ ചിതറി കിടക്കുന്നത് ഒരു ലൈൻ പോലെ ഫീൽ ചെയ്യുവാണെങ്കിൽ അത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് അതിനോട് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? Now let's see the merits and demerits of scatter diagram. It is simple to draw the diagram and observe the correlation thereby. ശരിയല്ലേ? അതായത് എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് എക്സ് വൈ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലോട്ട് ചെയ്താൽ മതി, അത് അറിയാനും പറ്റും നമുക്ക് അല്ലേ. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് ദ എക്സ്ട്രീം ഐറ്റം. ഇപ്പോൾ ഭയങ്കര വലിയ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇപ്പോൾ ഒരു 100 പേരുടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനത്തെ ഒരു 4-5 പേര് ചെയ്തില്ല എന്ന് ഓർത്തിട്ട് ഒരു കുഴപ്പമില്ല. ഏകദേശം ആ 95 ഐറ്റത്തിൻ്റെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കോറിലേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് അല്ലേ. ഡോട്ട് മാർക്സ് അത്രയും ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രീം ഐറ്റത്തിൻ്റെ എടുത്തില്ല എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. പിന്നെ ഇറ്റ് ഈസ് ഈസി ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എ മിസ്സിംഗ് വേരിയബിൾ വിത്ത് റെഫറൻസ് ടു എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. ഇപ്പോൾ സപ്പോസ് നമുക്ക് എല്ലാ പോയിന്റ്സും നമ്മൾ പ്ലോട്ട് ചെയ്തു, പക്ഷേ ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂ അവർ തന്നിട്ടില്ല, വൈ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ബാക്കിയുള്ള പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് മിസ്സിംഗ് വേരിയബിൾ. ആ മിസ്സിംഗ് ഡാറ്റ ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജസ്. കാരണം ഡയഗ്രം അല്ലേ, ഏകദേശം പോകുന്ന പാത്ത് നമുക്കറിയാം, അവർ ഏത് റൂട്ടിലൂടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് മിസ്സിംഗ് വേരിയബിളിൻ്റെ. ഓക്കെ. Then from the shape of the scattered points one can easily understand the pattern of correlation, whether it is positive or negative. അത് മേലോട്ടാണോ താഴത്തേക്കാണോ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പല ടൈപ്പ് സ്കാറ്റർ ഡയഗ്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ സ്കാറ്റേഡ് പോയിന്റ്സിൻ്റെ പൊസിഷൻ അനുസരിച്ച് വി ക്യാൻ ഐഡന്റിഫൈ വെദർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്നുള്ളത്.
Then the last one, it can be used for detecting the unusual or abnormal variations. ഇപ്പോൾ എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ്, പെട്ടെന്ന് അതിന് ഒരു പോയിന്റ് മാത്രം നേരെ പൊങ്ങിയോ അല്ലെങ്കിൽ താന്നോ നിൽക്കുവാണെങ്കിൽ ആ അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ. വ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അൺയൂഷ്വൽ ആയിട്ട് പോകുന്ന ഏതോ ഒരെണ്ണം ഉണ്ട്, അത് ഈ ആളാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമാണെന്നുള്ളതാണ്. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ സ്കാറ്റേർഡ് ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിന്റെ പടം വരച്ചിട്ടുള്ളതിൽ നിന്നും കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു മെറിറ്റ്സ് ആണ് ഇതെല്ലാം പറഞ്ഞത്. Okay, now moving to the demerits of it. So it does not speak always of the extent of degree of correlation. ഞാൻ അത് അടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ എന്തുകൊണ്ടാണ് ആൾജിബ്രിക്കിൽ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിയാം, പക്ഷെ ഇത്രത്തോളം അളവ് എത്രയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 0.8 ആണോ 0.3 അങ്ങനെ ന്യൂമറിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അളവ്. ഡിഗ്രി ഓഫ് കോറിലേഷൻസ് നമുക്ക് പറയാൻ പറ്റാത്തത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. രണ്ടാമത്തത്, ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ സ്റ്റഡിങ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. പല ടൈപ്പ് കോറിലേഷൻ ഉണ്ടല്ലോ അല്ലേ, ഇത് എപ്പോഴും നമുക്ക് XY വെച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് XYZ അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ കോറിലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗ്രാഫിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഗ്രാഫിൽ ആകെ Xും Yയും മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദ ഡ്രോബാക്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ സംടൈംസ് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്സിനും 4 മാർക്സിനൊക്കെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചോദിക്കാം. അപ്പോൾ ഇത്രയെങ്കിലും എഴുതാം. Okay. So diagrammatic method ന്റെ നമ്മൾ പഠിച്ചു. ഇനി എന്താ, കാൾ-പിയേഴ്സൺസ് മെത്തേഡ് ആണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് മെത്തേഡ് കമ്മിങ് അണ്ടർ ആൾജിബ്രിക് മെത്തേഡ്. സോ കാൾ-പിയേഴ്സൺസ് മെത്തേഡിലെ ഫോർമുല അറിയാലോ എല്ലാവർക്കും. എന്താണ്? R is equal to n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഞാൻ ഇവിടെ അത് കാണിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയാലോ കുറേ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫോർമുല എഴുതാം. ആദ്യം എന്തെങ്കിലും കാൾ-പിയേഴ്സൺസിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫോർമുല. പിന്നെ സംടൈംസ് സ്റ്റെപ്സ് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാലോ, അത് തന്നെയാണ് ഞാൻ ഇവിടെ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് ബ്ലാങ്ക് ആവരുത്. അതുകൊണ്ട് വേണ്ടിയാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. സ്റ്റെപ്സ് ആയിട്ട് എന്താ നമ്മൾ ആദ്യമേ ചെയ്യുന്നത്, എന്താ, യെസ്, അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ എ ടാബുലർ മാനർ. അതായത് ടേബിൾ ആക്കി നമ്മൾ എഴുതും അല്ലേ. ഫസ്റ്റ് വേരിയബിൾ ആയിട്ട് എക്സും സെക്കൻഡ് വേരിയബിൾ ആയിട്ട് വൈയും എഴുതുക. അപ്പോൾ അതാണ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് വാട്ട്? Multiply each pair of the values of x and y and get them totaled as sigma xy. അതായത് ഈ തന്ന എക്സും വാല്യൂവിൻ്റെയും വൈ വാല്യൂവിൻ്റെയും കൂടി എന്ത് ചെയ്യും, നമ്മൾ ഇൻറ്റു ചെയ്യും. XY കോളം എന്നും പറഞ്ഞിട്ട് അതിൻ്റെ സം നമ്മൾ കാണും, സിഗ്മ XY. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് 2 കോളംസ് എക്സിൻ്റെ ടോട്ടലും വൈയുടെ ടോട്ടൽസും എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തായിട്ട് നെയിം ചെയ്യും, സിഗ്മ എക്സ് സിഗ്മ വൈ എന്നും പറഞ്ഞിടും. പിന്നെ എക്സിനെ സ്ക്വയർ ചെയ്യും, സ്ക്വയറിങ് അറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ഗെറ്റ് ദം ടോട്ടൽഡ് ആസ് സിഗ്മ എക്സ് സ്ക്വയർ ആൻഡ് സിഗ്മ വൈ സ്ക്വയർ റെസ്പെക്റ്റീവ്ലി. സ്ക്വയർ ചെയ്യും, എക്സിനെ സ്ക്വയർ ചെയ്ത് അതെല്ലാം സ്ക്വയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ കണ്ട് സിഗ്മ എക്സ് സ്ക്വയറിന് എഴുതും. പിന്നെ അതേപോലെ തന്നെ വൈനെ ടോട്ടൽ ചെയ്ത് വൈ സ്ക്വയർ എന്നും പറഞ്ഞ് എഴുതി അതെന്താ, സിഗ്മ വൈ സ്ക്വയർ ആവും. മനസ്സിലായോ? ചെയ്തതാ, ഒരുപാട് പ്രോബ്ലം ചെയ്തത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല അങ്ങോട്ട്. പിന്നെ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ, ബിക്കോസ് എന്താ, നമുക്ക് ഫോർമുലയിൽ ആവശ്യമുള്ള ആൾക്കാരെയാണ് ഈ പറയുന്നത്. അപ്പോൾ സിഗ്മ എക്സ് കിട്ടി, സിഗ്മ വൈ കിട്ടി, സിഗ്മ എക്സ് വൈ കിട്ടി, സിഗ്മ എക്സ് സ്ക്വയർ ആയി, സിഗ്മ വൈ സ്ക്വയർ. ഇനി എന്താ, എൻ എന്ന് വെച്ചാൽ എത്ര പെയേഴ്സ് നമ്മൾ നോക്കി, എക്സും വൈയും കൂടി ചേർത്തിട്ട് എത്ര പെയേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം, ടോട്ടൽ കൗണ്ട് നോക്കാം, അതാണ് എൻ. So get the total number of pairs and then substitute the different value in the formula to find out the value of r. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ആറിൻ്റെ ഒന്നുകൂടി ഞാൻ ഫോർമുല പറയുന്നത്, r is equal to n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഇതായിരുന്നു ഫോർമുല. അപ്പോൾ ഈ ഫോർമുല പ്രകാരം എന്താ എല്ലാ വാല്യൂസും കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് അടുത്തൊരു എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻ ആണ്, അസംഷൻസ് ഓഫ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസ്. ഈ കാൾ-പിയേഴ്സൺ അല്ലെങ്കിലും പിയേഴ്സൺ എന്നൊക്കെ ചോദിക്കുമ്പോഴും അത് തന്നെയാണ് കേട്ടോ, അത് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അസ്യൂം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അസംഷൻസ് എന്താണ്, പ്രൊഫസർ കാൾ-പിയേഴ്സൺ നിശ്ചയിച്ച അസംഷൻസ് എന്തായിരുന്നു ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ? ഇറ്റ് ഈസ് ലീനിയർ റിലേഷൻഷിപ്പ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ബോത്ത് ദ വേരിയബിൾസ് ഹാവ് ലീനിയർ റിലേഷൻഷിപ്പ്, അത് കൂടുതലൊന്നും നിങ്ങൾ കൊടുക്കില്ല. സംഭവം വേറൊന്നുമില്ല, ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈയും തരുന്നത് എപ്പോഴും അതിന്റെ പവർ കണ്ടോ, അത് 1 തന്നെ ആയിരിക്കും. x⁻1 y⁻1. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അല്ലേ തരാറുള്ളത്, ഡാറ്റാസ് എപ്പോഴും എക്സും വൈ എന്നുള്ള രീതിയിലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ.
രണ്ടാമത്തത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോസ് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കോസേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ഈ കോറിലേറ്റഡ് വേരിയബിൾസിന് ഒരു വേരിയബിളിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദാറ്റ് മേ എഫക്ട് ദ അതർ വേരിയബിൾ. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ ഓൾസോ. അപ്പോൾ അതാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. കാരണം കൊണ്ട് ഈ റിസൾട്ട് സംഭവിക്കും. കോസ് മീൻസ് വാട്ട്? ബിക്കോസ് ഓഫ് ദിസ്. കണ്ടോ? ആ കോസ് അതുകൊണ്ട് ഈ ഇഫക്റ്റ് സംഭവിച്ചു എന്നുള്ളത്. സോ അത് ഓൾറെഡി അസ്യൂം ചെയ്ത് വെക്കും, ഇങ്ങനെ സംഭവിച്ചു. തേർഡ് വൺ, നോർമാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അതായത് population, it is assumed that a population from which data are collected are normally distributed. അതായത് നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഒരേ കാറ്റഗറി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SSLC കാൻഡിഡേറ്റ്സിൻ്റെ റിസൾട്ടാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ we should take the data from the SSLC students. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് എടുത്തിട്ട് കാര്യമുണ്ടോ? നെവർ, അല്ലേ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള നോർമാലിറ്റി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്ക് എടുക്കാം, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഫോർത്ത് വൺ, മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ വേരിയബിൾസ് ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, പ്രൈസ്, ഡിമാൻഡ്, ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും സ്റ്റഡി ചെയ്യാനായിട്ട് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതും കൂടി കളക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡാറ്റ നമുക്ക് അവർക്ക് തരുന്നത്. കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ എല്ലാ കാരണങ്ങളുടെയും കൂടിയിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ടായിരിക്കും ഡാറ്റയായിട്ട് തരാൻ പോകുന്നത്. ലാസ്റ്റ്ലി പ്രൊഫസറിന് അറിയാം പ്രോബബിൾ എറർ സംഭവിച്ചു എന്നുള്ളത്. അതായത് എറർ എന്തായാലും പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഡാറ്റാസും കാൽക്കുലേഷൻസും എല്ലാം നമുക്ക് എറർ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രോബബിൾ എന്ന് വെച്ചാൽ സംടൈംസ് എറർ വരാതിരിക്കാം, പക്ഷെ വി ആർ എക്സ്പെക്ടിങ്. അപ്പോൾ അതും കൂടി അസ്യൂം ചെയ്ത് വെക്കേണ്ടത്. നേരത്തെ എറർ കുറഞ്ഞാൽ അത്രയും നല്ലത്, പക്ഷെ എറർ കൂടിയ പ്രശ്നം ഉണ്ടെന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ടാണ് കാൾ പിയേഴ്സൺസ് മുന്നോട്ട് കോറിലേഷൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, so these are the main assumptions. Next, coefficient of correlation and probable error and standard error. അപ്പം കോറിലേഷനും പ്രോബബിൾ എററും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളത് നമുക്കറിയാലോ. എന്തായിരുന്നു ഫോർമുല പ്രോബബിൾ എററിന്റെ? ഓർമ്മയുണ്ടോ? 0.6745 into 1 minus r square by root n. This was the formula. അപ്പോൾ അതിൽ 6 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. കോറിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ആർ നമ്മൾ എറർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്താണെന്നറിയാലോ? 0.6745 ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതാണ് സ്റ്റാൻഡേർഡ് എറർ. So what is probable error എന്നുള്ളതാണ്. The error which may creep into the measurement of the correlation is known as probable error. എങ്ങാനും ചുഴന്ന് കയറാം, ഇടക്ക് വരാം. ഞാൻ പറഞ്ഞു പ്രോബബിൾ എറർ എന്ന് പറയുന്നത് എന്താ ആക്ച്വലി വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ബൈ മിസ്റ്റേക്ക് നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു എക്സ് വാല്യൂ മിസ്റ്റേക്ക് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാം. അങ്ങനെ വരുന്നൊരു എററാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്, അല്ലേ? So probable error of the coefficient of correlation is calculated to find out the extent to which it is dependable. എത്രത്തോളം കോറിലേഷൻ ഓക്കെ ആണ് അല്ലേ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബബിൾ എറർ പറഞ്ഞത്. ഹിയർ ഓൾസോ റിമെമ്പർ ടു റൈറ്റ് ദ ഫോർമുല. ഫോർമുല ഇല്ലാതെ അവർ മാർക്ക് തരത്തില്ല. അത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി ഇത് ഫോർമുല എഴുതുക. ആ ഫോർമുലയിൽ പറയുന്ന ആർ എന്താ എൻ എന്താന്നൊക്കെ ഉള്ളത് അവിടെ എഴുതി കാണിക്കുക. ഓക്കെ. Now the coefficient of correlation is interpreted as follows on the basis of probable error. ഇങ്ങനെയാണ്. അതായത് എററിനെ സംബന്ധിച്ച് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പറയാം. അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ താഴെ, ഇന്റർപ്രിട്ടേഷൻ ആണ് താഴെ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ലെസ് ദാൻ ദ പ്രോബബിൾ എറർ, അതായത് കിട്ടുന്ന ആർ വാല്യൂ നമുക്ക് കിട്ടിയ എററിനേക്കാളും കുറവാണെങ്കിൽ കോറിലേഷനേ ഇല്ല, അതായത് റിലേറ്റഡേ അല്ല എന്നുള്ളതാണ്. എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എററിനേക്കാളും വലുതാവണം. ചെറുതാണെങ്കിൽ കോറിലേഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് ദ വാല്യൂ ഓഫ് ആർ ഇസ് മോർ ദാൻ 6 times the probable error, the existence of correlation is practically certain. That is, the value of R is significant എന്ന് നമ്മൾ പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 എററിനേക്കാളും വലുതാണ്. അത് എത്ര വലുതാണെന്നാണ് അവർ പറഞ്ഞത്? 6 ഇരട്ടി. കണ്ടോ? മോർ ദാൻ 6 times the probable error. എററിനേക്കാളും 6 പ്രാവശ്യം കൂടുതലാണെങ്കിൽ ഇത് സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രോബബിൾ എറർ ഒട്ടും ഇല്ല ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് 0.5 or more, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാം. എറർ വളരെ കുറവാണ്,
0.5ഉം അതിൽ മേലെയാണെങ്കിലും നമുക്ക് എന്ത് പറയാം, അത് സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൂ. എപ്പോഴാണ് ആർ വാല്യൂ ഇറ്റ് ഇസ് ലെസ് ദാൻ പ്രോബബിൾ എറർ ആണെങ്കിൽ മാത്രം ഇറ്റ് ഇസ് ഇൻസിഗ്നിഫിക്കൻ്റ്, അതർവൈസ് ബോത്ത് ദ കേസസ് ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻ്റ്. ക്ലിയർ? നൗ സ്റ്റാൻഡേർഡ് എറർ എന്താണ്? സ്റ്റാൻഡേർഡ് എറർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്താണ്? ജസ്റ്റ് പ്രോബബിൾ എററിൽ നിന്നും ഫോർമുലയിൽ നിന്നും 0.6745 ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് വാട്ട്? സ്റ്റാൻഡേർഡ് എറർ. ഇപ്പോൾ കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സ്ക്രീനിൽ കാണുന്ന എല്ലാ വാല്യൂസും നമ്മൾ എടുക്കില്ല അല്ലേ, അതൊന്നും ഓൺലി 1 or 2 ഡിജിറ്റ്സ് മാത്രമാണ് ആഫ്റ്റർ ഡെസിമൽ എടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻസ് ഒന്നുമില്ല. ഓക്കെ. Now the merits and demerits of Colpearson's coefficient of correlation. Merits എന്ന് പറയുന്നത് 4 merit ഉണ്ട്, advantage ഉണ്ട്. So this method not only indicates the presence or absence of correlation between the two variables, but also determines the exact extent or degree to which they are correlated. Why we move on to the algebraic method എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് പ്രൂഫ് അവർ പറയുന്നുണ്ട്. കാരണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമല്ല പറയുന്നത്, എത്രത്തോളം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ളത് ഇവർ അറിയിച്ചു തരും അല്ലേ. അപ്പോൾ അത് ഡിഗ്രി അളവ് കിട്ടുന്നത് ഓൺലി ബിക്കോസ് ഓഫ് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അണ്ടർ ദിസ് മെത്തേഡ് വി ആർ ഓൾസോ ഏബിൾ ടു അസർട്ടൻ ദി ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ, ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നിങ്ങൾക്ക് സൈൻ കിട്ടുമല്ലോ ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ, പ്ലസ് ആണോ, ആഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി അറിയാം, പോസിറ്റീവ് ഡയറക്ഷനും അറിയാനും സാധിക്കുന്നുണ്ട്. Third point is this method enables us in estimating the value of a dependent variable with a reference to a particular value of an independent variable through regression equations. That actually ipo ninge manasilavilla because what we are going to study in the next module is regression equation. Appo avade again we are using this Colpearson's R okke use cheyanda. Adondanne njan starting il parnu remember this formula always. Karana idanne nammal veendum use cheyyunnundu. സോ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വഴി നമുക്ക് സാധിക്കാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് ഈ കോറിലേഷൻ പറയുന്നത്. ലാസ്റ്റ്ലി, ആൾജിബ്രിക് പ്രോപ്പർട്ടീസ് ഓഫ് പിയർസോണിയൻ കോഎഫിഷ്യന്റ് ഫെസിലിറ്റേറ്റ് ഫർദർ കാൽക്കുലേഷൻസ് ഓഫ് ഇറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അതായത് ഈ ആർ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫർദർ എന്തെങ്കിലും കാൽക്കുലേഷൻസ് എവിടെയെങ്കിലൊക്കെ നമുക്ക്, ഇപ്പം ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചു അല്ലേ, ആറ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പം ഫർദർ നമുക്ക് യൂസ് ചെയ്യാനും സഹായിക്കുന്നതാണ് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. സോ ദീസ് ആർ ദ മെറിറ്റ്സ്. ഓക്കെ. Now the demerits of Colpearson's, it is comparatively difficult to calculate. Difficult ഒന്നുമില്ല, പക്ഷേ ബാക്കി രണ്ട് മെത്തേഡ്, അതായത് സ്പിയർമാൻസും കൺകറന്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫോർമുല കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ബിക്കോസ് ഓഫ് ദ ഫോർമുല. ദെൻ ഇറ്റ് ഈസ് വെരി മച്ച് എഫക്റ്റഡ് ബൈ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. വാട്ട് വി സ്റ്റഡിഡ് ഇൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഇസ് വാട്ട്, അവസാനത്തെ എക്സ്ട്രീം ഐറ്റത്തിൻ്റെ ഒക്കെ വാല്യൂസ് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, വി ക്യാൻ ഐഡന്റിഫൈ ദ വോട്ട് ഡിറക്ഷൻ അറിയാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് ലാസ്റ്റ് വാല്യൂസ് വെച്ചിട്ട് ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വാല്യൂ പോയിന്റ് അളവല്ലേ, ഡിഗ്രി അളവ് മാറിപ്പോവും. സപ്പോസ് വി സ്കിപ്പ് സം ഓഫ് ദ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എക്സ്ട്രീം ഐറ്റംസ് ആണെങ്കിലും വി ഷുഡ് കൺസിഡർ ദോസ് വാല്യൂസ് ഓൾസോ. ഓക്കെ. തേർഡ് വൺ, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ലാർജ് നമ്പർ ഓഫ് അസംഷൻസ്. ഓൾറെഡി വി ഡിസ്കസ്ഡ് നൗ എന്തൊക്കെ അസംഷൻസ് ആണ് കാൽപിയേഴ്സൺസിൽ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ അസംഷൻസ് എല്ലാം വെച്ചിട്ടേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് അനദർ ഡിസഡ്വാൻറ്റേജ്. ഫോർത്ത് വൺ, ഇറ്റ് ഇസ് സബ്ജക്ട് ടു പ്രോബബിൾ എറർ വിച്ച് ഹി ഹിംസെൽഫ് അഡ്മിറ്റ്. അപ്പോൾ ഇത് എന്തായാലും എററിന് അവർ എക്സ്പെക്ട് ചെയ്യേണ്ട, അവർ അസ്യൂം ചെയ്തതാണ് പ്രോബബിൾ എറർ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ വിച്ച് ഹി ഹിംസെൽഫ് എന്ന് ആരെ ഇവിടെ ഉദ്ദേശിക്കണേ, കാൽപിയേഴ്സൺ പ്രൊഫസറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ദർ വിൽ ബി എറർ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ മുമ്പോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഇതിലെന്തായാലും എറർ ഉണ്ടാവും. Then it is much likely to be misinterpreted. ആർക്ക് വേണമെങ്കിലും ഒരു ഇന്റർപ്രിട്ടേഷൻ മിസ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുള്ള ഒരു കേസാണെന്നുള്ളതാണ്. So these are the drawbacks of Colpearson's. So that's all for today. Thank you.